ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം അനുദിനം സഞ്ചരിക്കുന്ന വൈദികരുടെ ഹൃദയാനുഭവങ്ങൾ. തിരുശരീര രക്തങ്ങൾ കരങ്ങളിലേന്തുമ്പോഴുള്ള സ്നേഹാനുഭവങ്ങൾ. ഇത് റൊസേരിയൻ സഭയുടെ കീഴിൽ ചാലക്കുടി വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് കൊടുങ്ങയിലുള്ള റോസറി ഹിൽ ആശ്രമ സുപ്പീരിയറായ ഫാദർ തോമസ് തടത്തിമാക്കൽ ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ തോമസ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എൻ്റെ പേര് ഫാദർ തോമസ് തടത്തിമാക്കൽ. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ ഭീമനടി എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ 4 മക്കളും ചാച്ചനും അമ്മയുണ്ട്. 2 ചേട്ടന്മാരും ഒരു പെങ്ങളും. ഞാനാണ് ഏറ്റവും ഇളയത്. ഞാൻ ജോലി ചെയ്യാൻ നേരത്തെ മിൽമയിലെ അക്കൗണ്ടിങ് സെക്ഷനായിരുന്നു എൻ്റേത്. ഞാൻ പോളിടെക്നിക് പഠിച്ചു, അവിടുന്ന് പെയിൻറ്റിങ് പഠിച്ചു. സ്വന്തമായിട്ട് ഒരു ഷോപ്പുണ്ടായിരുന്നു കാഞ്ഞങ്ങാട് മാവുങ്കാൽ എന്ന സ്ഥലത്ത്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ഞാനുള്ളത് റൊസേരിയൻ സഭയിലാണ്. റൊസേരിയൻ സഭ തുടങ്ങിയത് ശ്രീലങ്കയിലാണ്. ഫാദർ BA തോമസ് OMI. അവിടുന്ന് തുടങ്ങി ഇന്ത്യയിൽ വന്നു, തമിഴ്നാട്ടിലേക്ക് വന്നു. അവിടുന്ന് പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. കേരളത്തിൽ ഇപ്പോൾ 4 ഹൗസുണ്ട്. ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങരയ്ക്കടുത്തുള്ള കൊടുങ്ങ എന്ന സ്ഥലത്താണ് റോസറി ഹിൽ ആശ്രമം. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സുപ്പീരിയറച്ചനാണ് ഞാനിപ്പോൾ. ഇവിടെ ഞങ്ങൾ 12 പേരുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഹൗസ് ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പരിയാരത്താണ്. മറ്റൊന്ന് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി. അടുത്തത് പുനലൂരിലുള്ള രൂപതയിലാണ് ഒന്നുള്ളത്. ഈ സഭ ഒരു ധ്യാനാത്മക സഭയാണ്. എപ്പോഴും ദിവ്യകാരുണ്യ ആരാധനയുണ്ട്, എപ്പോഴും ജപമാലയുണ്ട്. പുറത്ത് യാതൊരു മിനിസ്ട്രിക്കും പോകാത്ത സഭയാണ്. ഇതിനകത്ത് തന്നെ ഞങ്ങൾ പണിയും പ്രാർത്ഥനയായിട്ട് കഴിയുകയാണ്. ഇവിടെ വരുന്നവരെ ഞങ്ങൾ കുമ്പസാരിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അത്യാവശ്യം മാത്രം പുറത്തു പോകുന്നു. ഇടവക വികാരിച്ചനെ സഹായിക്കാൻ അത്യാവശ്യം പോകും. ബാക്കി ഒരു കാര്യത്തിൽ ഞങ്ങൾ പോകാറില്ല. എപ്പോഴും പ്രാർത്ഥനയും പണിയും മാത്രമാണ് ഉള്ളത്. ഓറ എത്തിലെ ബോറ എന്ന് പറയും. ഞാൻ ഈ സഭയിലേക്ക് വരാൻ ഉണ്ടായ കാരണം തീർച്ചയായും അത് വലിയൊരു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. ഞാൻ ഈ സഭയിലേക്ക് അല്ലെങ്കിൽ ദിവ്യകാരുണ്യ അല്ലെങ്കിൽ ഈശോയുടെ അൾത്താരയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ജീവിതം ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ചെറുപ്പം മുതലേ ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. ഞാനൊരു നിരീശ്വരവാദിയെ പോലെ ജീവിച്ച വ്യക്തിയാണ്. എൻ്റെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞ് ഓടിക്കുമായിരുന്നു. നീ ഒരു നിരീശ്വരവാദിയാകും എന്ന് പറഞ്ഞ് ഓടിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതാണ് ചിന്ത, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണം. അങ്ങനെ പള്ളിയിൽ പോകുന്നതല്ലാതെ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല. സൺഡേ സ്കൂളിൽ പോയാൽ തന്നെ എനിക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു ചടങ്ങ് മാത്രം നിർവഹിക്കുകയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരേ ചോദ്യം, ദൈവം ഉണ്ടെങ്കിൽ അതെന്നെ കാണിച്ചു തരണം. അങ്ങനെ ജീവിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവിടെ എല്ലാ മുൻപന്തിയിലുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഞാൻ ചെന്ന് ചാടാറുണ്ട്. അങ്ങനെ ഈ ലോകത്തിൻ്റെതായ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. ശരിക്കും ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഈ ലോകത്തിലേക്ക് സിനിമ കണ്ടും കൂട്ടുകൂടിയും ഒക്കെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു.
ഞാൻ വീട്ടിൽ പോകാറില്ല. ഞാൻ റൂമിൽ തന്നെ താമസിക്കുന്നു, എൻ്റെ കൂട്ടുകാരുടെ കൂടെ താമസിക്കുന്നു. ആഴ്ചയിൽ ഒന്ന് ഞാൻ വീട്ടിൽ ചെല്ലും, ഞായറാഴ്ച മാത്രം. തിങ്കളാഴ്ച രാവിലെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോകും. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യാതൊരുവിധ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാം ഉണ്ടായിരുന്നു, ജോലി, സമ്പത്ത്, വരുമാനം ഒക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ കൂട്ടുകാരുകൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും സമാധാനവും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പെങ്ങൾക്ക് ഒരു കൊച്ചുണ്ടാവുകയാണ്. ആ കൊച്ചിന് എന്നും അസുഖമാണ്, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതുമൂലം അവർ വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ചെറുപുഴയ്ക്കടുത്തുള്ള കൃപാലയം എന്ന ധ്യാന സെൻറ്ററിലെ ധ്യാനഗുരുവായിരുന്ന സിസ്റ്റർ നിമ്യ, അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, നല്ല പ്രായമുള്ള അമ്മച്ചി. യാദൃച്ഛികമായിട്ട് ഈ അമ്മച്ചി എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വരികയാണ്. ആ അമ്മച്ചി അവിടെ പ്രാർത്ഥിക്കുന്നു. അമ്മച്ചി പറഞ്ഞു, ഈ കൊച്ചിനെയും കൂട്ടി 7 ചൊവ്വാഴ്ച കൃപാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടുകൂടി തന്നെ എൻ്റെ പെങ്ങൾ ഈ കൊച്ചിനെയും കൂട്ടി കൃപാലയത്തിൽ പോയി. അവിടെ 7 ചൊവ്വാഴ്ച പോയി. കൊച്ചിൻ്റെ അസുഖമൊക്കെ മാറി, കൊച്ചു മിടുക്കനായി. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെല്ലുകയാണ്. ആ പെങ്ങൾ എന്നോട് പറഞ്ഞു, നീ എന്തായാലും ആ സിസ്റ്ററെ കാണാൻ പോകണം, സിസ്റ്റർ നല്ല ഒരു ദൈവാനുഭവമുള്ള സിസ്റ്ററാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എന്നോട് പോകാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയമാണ് പോകാൻ. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്താണ്. എനിക്ക് കൂട്ടും കൂടി ഈ ലോകത്ത് കഴിയുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ആ സിസ്റ്ററെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം, ഒരു മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സിസ്റ്ററെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ സിസ്റ്ററെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഭയമായി. ഞാൻ തിരിച്ചു പോവുകയാണ്. വീണ്ടും ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് വീണ്ടും കഴിഞ്ഞപ്പോൾ ആ സിസ്റ്ററെ കാണാനിടയായി. ആ സിസ്റ്റർ എന്നോട് പറയുകയാണ്, മകൻ എത്രയും പെട്ടെന്നൊരു ധ്യാനം കൂടണം, ഈശോയ്ക്ക് വലിയൊരു കാര്യം മകനോട് ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് എവിടെയാണെങ്കിലും ഇച്ചിരി ധ്യാനത്തിന് പോകണം എന്ന് പറയാം. അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോകാൻ വേണ്ടി കോഴിക്കോട് കുളത്തുവയലിലേക്ക് ഒരു കത്തയച്ചു, എനിക്ക് ധ്യാനിക്കാൻ അവസരം തരണം. അപ്പോൾ അവർ പറഞ്ഞു 5-6 മാസത്തേക്കുള്ള എല്ലാം ബുക്കിംഗായി, ഇവിടെ ഇല്ല എന്ന്. അപ്പോൾ ആ സമയത്താണ് 1997 അന്ന് ഡിവൈനിലേക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ കാസർഗോഡ് നിന്നൊക്കെ സ്പെഷ്യൽ വണ്ടി പോകുന്നുണ്ട്. ഞാൻ ആ വണ്ടിക്ക് ബുക്ക് ചെയ്തു. ഞാൻ അങ്ങനെ ധ്യാനിക്കാൻ വേണ്ടി ഡിവൈനിലേക്ക് വരികയാണ് 1997. ഡിവൈനിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ഒരു അനുഭവം ഉണ്ടാവുകയാണ്. ഒരു പ്രത്യേക ഒരു ദൈവാനുഭവം, ഇടപെടൽ കാണുന്നു. ഡിവൈനിലെ ആ ഉയർത്തപ്പെട്ട ഈശോയെ കാണുമ്പോഴേക്ക് ഒരു ആകർഷണം തോന്നുകയാണ്. അങ്ങനെ ധ്യാനം തുടങ്ങി. ധ്യാനം കൂടുന്തോറും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സന്തോഷം, ഈശോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്ക് ബ്രേക്ക് ഇൻ്റർവെല്ലിന്, അല്ലെങ്കിൽ 4 മണി ടീ ബ്രേക്കിന് ഞാൻ ആ തൂങ്ങപ്പെട്ട ഈശോനടുത്ത് ചെല്ലുകയാണ്. അവിടെ ചുറ്റും ആൾക്കാർ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് നാണക്കേടായിരുന്നു. യേശു അത്ര വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ എല്ലാവരുടെ ഇടയിലൂടെ ഞാൻ കടന്നു ചെന്ന് ആ തൂങ്ങപ്പെട്ട യേശുവിൻ്റെ തൃപ്പാദത്തിൽ ഞാൻ തൊട്ടത് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും ഓർക്കുന്നില്ല. ഞാൻ കാണുകയാണ് ഈശോയുടെ രക്തം ഒഴുകി എൻ്റെ ശിരസിലൂടെ ഒഴുകുന്നു. എൻ്റെ ഓരോ ഭാഗങ്ങളെയും കഴുകുകയാണ്, സമയമെടുത്ത് കഴുകുകയാണ്. ഉച്ചവന്ന് ഉള്ളങ്കാല് വരെയും കഴുകുന്നു, ഹൃദയത്തെ കഴുകുന്നു, മനസ്സിനെല്ലാം കഴുകി ശുദ്ധമാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാനൊരു ശൂന്യത അനുഭവപ്പെടുന്നു. ഞാനും ഈശോയും മാത്രമാകുകയാണ്. ഞാൻ പരിസരമെല്ലാം ഞാൻ മറന്നുപോയി. ആ സമയമൊക്കെ കടന്നുപോയി. അടുത്ത സെഷനോട് കടന്നു വരികയാണ്. അങ്ങനെ അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ചെന്ന് കടന്നു വരികയും ഞാൻ നിൽക്കുന്നത് ഈശോൻ്റെ അടുത്താണല്ലോ എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി. അതിനുശേഷം ഞാൻ സംസാരം നിർത്തി. എല്ലാവരോടും ഞാൻ കൂടുതൽ വചനം കേൾക്കാനിടയാകുന്നു. വചനം കേൾക്കുന്തോറും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പുതിയത് ഉൾക്കാഴ്ച വരുന്നു. സ്തുതിക്കാൻ ഭയങ്കര ആഗ്രഹം. സ്തുതിക്കുന്തോറും പുതിയ ദർശനങ്ങൾ കാണുന്നു. സ്തുതിപ്പ് മതിയാകാത്ത രീതിയിൽ അന്ന് 10,000 ഉണ്ടായിരുന്നു. ഡിവൈൻ നിറഞ്ഞു ഒഴുകുന്ന ഒരു സമയമായിരുന്നു അന്ന്. അത്രയും ഇടയിലൂടെ ഈശ്വര അടുത്ത് കടന്നു ചെല്ലുന്നു. ദിവ്യകാരണത്തിൽ ഈശ്വരനെ വ്യക്തമായി കാണുകയാണ്. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എല്ലാത്തിനോട് വിരസതയാണ്. ലോകത്തോട് എല്ലാത്തിനോടും കൂട്ടുവേണ്ട, ആരോടൊന്നും പോകാൻ പാടില്ല, ഈശോ പ്രാർത്ഥിക്കണം എന്നുള്ള വലിയൊരു തീഷ്ണത കടന്നു വരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഷോപ്പ് ഉപേക്ഷിച്ചു, എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ വരികയാണ്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പറമ്പിൽ ഒരു പ്രാർത്ഥനാ ഹാൾ ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം വരികയാണ്. 1 വർഷത്തേക്ക് ഞാൻ വിശുദ്ധ കുർബാന മുടക്കില്ല എന്ന് തീരുമാനമെടുക്കുകയാണ്.
അങ്ങറിയാമല്ലോ, ഞങ്ങളുടെ ഭാഗത്ത് വലിയ മലകളിലുള്ള സ്ഥലമാണ്, മലയും താഴ്വരയുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇടവപ്പള്ളിയിൽ അന്ന് ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ചുറ്റുവട്ടത്ത് പള്ളിയിൽ പോകണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം. അത് ഒരു ദിവസം ശനിയാഴ്ച നൊവേനയ്ക്ക്, യുദാശ്രീയുടെ നൊവേനയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പണി തടസ്സമായിരുന്നു. കാരണം വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു, ശമ്പളം കൊടുക്കാൻ എൻ്റെ ഫാദർ എന്നെ ഏൽപ്പിച്ചു പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അന്നേ ദിവസം കുർബാന മുടങ്ങുന്ന എനിക്ക് ഉറപ്പാണ്. ആ സമയത്താണ് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചേച്ചിക്കറിയാം ഞാൻ ഇങ്ങനൊരു കമ്മിറ്റ്മെൻ്റ് എടുത്തുള്ള കാര്യം. ആ ചേച്ചി പറയാണ്, സാരമില്ല, കുർബാനയ്ക്ക് പൊക്കോ, ഞാൻ ശമ്പളം കൊടുത്തോളാം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 4 മണിക്കാണ് കുർബാന. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 3:45 ഞാൻ കുളിച്ച് റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങിയ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും ഓർക്കുന്നില്ല. ഞാൻ 2 മല കയറി ഇറങ്ങി കറക്റ്റ് 4 മണിക്ക് ഞാൻ ദേവാലയത്തെത്തുന്നു. അപ്പോഴാണ് മണിയടിക്കുന്നത്. എനിക്ക് ഒരു വേർപ്പുണ്ടായില്ല, ക്ഷീണമുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പം ദിവ്യകാരുണ്യത്തിലെ ഈശോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഓരോ ബലിയർപ്പണത്തിലും ഈശോ ഉണ്ടെന്ന് എനിക്ക് അന്ന് ബോധ്യമാവണേ. അതിനുശേഷം എൻ്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ കൂടി പ്രാർത്ഥന മാത്രം, ഉപവാസവും പ്രാർത്ഥനയും മാത്രമാണ്. മറ്റ് നോൺ വെജ് എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, വെജ് മാത്രം കഴിക്കുന്നു. അങ്ങനെ വീട്ടിൽ പ്രാർത്ഥനയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ കരിസ്മാറ്റിക് ടീമുകാർ എൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ ടീമിൻ്റെ കൂടെ ചേരുകയാണ്, ഫുൾ ടൈമേഴ്സായിട്ട് ചേരുകയാണ്. അങ്ങനെ ആ ഫുൾ ടൈമേഴ്സിനോട് ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോകുന്നു. കണ്ണൂർ, കാസർഗോഡ് ഡിവൈനിലായിരുന്നു കുറേ നാൾ. എല്ലാ പള്ളികളിലും പോയി കുഞ്ഞുങ്ങളെ ധ്യാനിപ്പിച്ചു. ദിവ്യകാരുണ്യത്തിൽ ഈശോനെ കാണാനിടയായി. ഒരു ദിവസം ഞങ്ങൾ ചാപ്പലിൽ നിന്ന് ആരാധന മുമ്പ് ഇരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിനുള്ളിൽ നിന്ന് 2 കരങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരിക താഴേക്ക്. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ കൈ പിടിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ ഈശോയുടെ കരം മേലേക്ക് പോകും. ഞാൻ ഉയർത്തും, വീണ്ടും വീശി പോകും. അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും ഞാൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ ഇടയായി. കാരണം ഈശോയുടെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ 2 കരങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അത് എന്നെ ഉയർത്തുകയാണ്. അപ്പം അത് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ചെറുപുഴയിലുള്ള കൃപാലയത്തിൽ ഞാൻ സാക്ഷ്യം പറയാനിടയായി. അതിനുശേഷം എനിക്ക് വലിയ ആഗ്രഹം, എൻ്റെ ഈ ജീവിതം ഏതായാലും ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇനി എൻ്റെ ജീവിതം എൻ്റെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. എൻ്റെ ജീവിതം മുഴുവൻ ബലിയാകണം, മറ്റവർക്ക് വേണ്ടി ഞാൻ മുറിയണം. ഇത്രയും കാലം ഞാൻ ഈശോ ഇല്ല എന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. എൻ്റെ ഈശോ എന്നെ കാണിച്ചു തന്നു. ഇത് സത്യമായി ഈശോ ജീവിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ ഈശോ ജീവിക്കുന്നു എന്ന് ഈശോ എന്നെ വ്യക്തമായി കാണിച്ചു തന്നു. കാരണം പ്രിയമുള്ളവരെ, ഞാൻ അന്ന് സംശാലുവായിരുന്നു. ദൈവം ഈശോ ഇല്ല, ഉണ്ടെങ്കിൽ എന്നെ കാണിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചതിൻ്റെ പേരിൽ സ്വയം വെളിപ്പെടുത്തി തന്നു എൻ്റെ ഈശോ. അതോടെ ഞാൻ ഈശോയിലേക്ക് കടന്നു വരാനും എൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ഈ സഭയിൽ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എന്നോടൊക്കെ ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു സഭയുണ്ട്, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സഭയുണ്ട്, അത് റൊസേരിയൻ സഭയാണ്, സഹോദരന് പറ്റിയ സഭയാണ്, നമുക്ക് അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന എല്ലാ ദിവസവും ഉണ്ട്, പരിശുദ്ധ അമ്മയെ ചേർന്നോട് ജീവിക്കുന്ന സഭ. അങ്ങനെ ഞാൻ എൻ്റെ അധികാരിയോട് പറയുകയാണ്. അങ്ങനെ അവർ ഒത്തിരി സന്തോഷത്തോടെ എന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് 27 വയസ്സുണ്ട്. ഞാൻ 6-7 വർഷക്കാലം ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര വയസ്സുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, സഹോദരൻ ഒന്നും വിഷമിക്കണ്ട, സഹോദരന് ഒരു വൈദികനായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ സഹോദരൻ പോരുക എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്ക് വേണ്ടി മാറ്റിച്ചു. വിശുദ്ധ കുർബാനയെ എൻ്റെ ജീവിതമാക്കി മാറ്റി. ഈ ദിവ്യകാരുണ്യ ഈശോയെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ സഭയിലേക്ക് കടന്നു വരുന്നതും ഇത്രയും കാലമായിട്ടും ദൈവം എന്നെ ഈശോയുടെ മകനായിട്ട് തന്നെ എന്നെ നയിക്കുന്നു. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും നൽകി എന്നെ മുന്നോട്ട് നയിക്കുകയാണ് ഇത്രയും കാലമായിട്ട്. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. 1997 ഞാൻ ധ്യാനം കൂടുന്നത്. 98
ഞാൻ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിവെച്ചു. സെമിനാരിൽ ചേർന്നു. 27ാമത്തെ വയസ്സിലാണ് ഞാൻ ചേർന്നത്. അന്ന് എൻ്റെ ബാച്ചിൽ 30 പേരുണ്ടായിരുന്നു. അതിൽ ഞാൻ മാത്രമാണ് ഇത്രയും ഈ 27 വയസ്സുള്ള ഒരു ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ്. പക്ഷെ എൻ്റെ ഈശോ, എൻ്റെ ദിവ്യകാരൻ ഈശോ അത് വലിയ വിഷയമായി മാറ്റിയില്ല. ഞാൻ അവരെക്കാൾ താഴ്ന്നവനായി മാറാനിടയായി. ഈ എൻ്റെ സെമിനാരി ജീവിതത്തിൽ ഞാൻ 7 വർഷക്കാലം ജോലി ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു. ആ പഠിക്കാനുള്ള ഒരു ടച്ച് വിട്ടുപോയി. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നന്നായി പഠിക്കുന്നവരായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഞാൻ ആശ്രയിച്ചത് വേറെ ആരെയല്ല, എൻ്റെ ദിവ്യകാരൻ ഈശോയാണ്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ക്ലാസ് നോട്ട് കൊണ്ടുവന്ന് അൾത്താരെ കൊണ്ട് വയ്ക്കും. ഞാൻ പറയും, ഈശോയെ, ഇത് പഠിക്കാനുള്ള കഴിവും ശേഷി എനിക്കില്ല, അങ്ങ് എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും എൻ്റെ പഠനം ആരംഭിക്കുന്നതൊക്കെ. സെമിനാരിയുടെ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് രോഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. എന്നെ ഈശോ നയിക്കുന്നുണ്ടെന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ പുറമേ ഈ പറഞ്ഞ രോഗമാണെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശാന്തമാണ്, സന്തോഷവും സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എനിക്ക് പനി വന്നു. തൊട്ടടുത്തുള്ള സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പോൾ അവർ കണ്ടെത്തുകയാണ് എൻ്റെ ബ്ലഡിൽ മഞ്ഞ കൂടുതലാണെന്ന്. ഞാൻ ക്ലാസ്സിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറിന് മഞ്ഞപ്പിത്തമാണ്. അതിനാൽ ആ മഞ്ഞപ്പിത്തം മാറാൻ വേണ്ടി ഞാൻ ഒരാഴ്ച കാലം ഈ പച്ചമരുന്ന് കഴിച്ചു. ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴും മഞ്ഞ മാത്രമാണ് ഉണ്ടായത്. വീണ്ടും ഞാൻ വേറൊരു ഡോക്ടറെ കണ്ടു. ആ വ്യക്തിയും എനിക്ക് ഒരാഴ്ച കാലം മഞ്ഞപ്പിത്തത്തിന് മരുന്ന് തന്നു. ഞാൻ കഴിച്ചു. അന്ന് ടെസ്റ്റ് ചെയ്തു, അപ്പോഴും ഈ മഞ്ഞയാണ്. ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പോയി, അവരും ടെസ്റ്റ് ചെയ്തു, അവർ മരുന്ന് തന്നു, അപ്പോഴും മഞ്ഞയ്ക്ക് മാറ്റമില്ല. മംഗലാപുരം ഫാദർ മുള്ളേഴ്സിൽ പോയി, അവിടുന്ന് അവരെന്നെ പഠിച്ചു. ഒരാഴ്ചത്തേക്ക് എനിക്ക് മരുന്ന് തന്നു, ഞാൻ കുടിച്ചു, അപ്പോഴും കുറവില്ല. പ്രിയമുള്ളവരെ, അപ്പോഴും ഞാൻ പഠിക്കുന്ന തിയോളജിയാണ്, ലാസ്റ്റ് ഇയറാണ്, മേജർ എക്സാമൊക്കെ വരികയാണ്. അങ്ങനെ ആ മരുന്ന് കഴിച്ചിട്ടും കുറവില്ല. അങ്ങനെ എൻ്റെ അധികാരികൾ തീരുമാനിച്ചു, ഈ രോഗം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എന്നെ പറഞ്ഞു വിട്ടേക്കാം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദിവ്യകാനീശോയുടെ ഇടപെടൽ എനിക്ക് വ്യക്തമാകാനിടയത്. അന്ന് ആദ്യം എന്നെ ചികിത്സിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഡോക്ടറാണ്, നല്ല പ്രായമുള്ള ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ എൻ്റെ അധികാരികളെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ മകനെ ഞാൻ ഒന്നും കൂടെ കൊണ്ടുപോയി ചികിത്സിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. ആ സിസ്റ്റർ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള ഡോക്ടർമാരെ കണ്ടു, അവരുമായി ചർച്ച ചെയ്തു. അങ്ങനെ 5-8 ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി പഠിച്ചു. ഒരു ദിവസം എന്നെ വിളിച്ചു അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ 5-8 ഡോക്ടേഴ്സുമാർ ഒന്നിച്ചിരുന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ മുമ്പിൽ ഇരിക്കുന്നു. എന്നോട് പറഞ്ഞു, ബ്രദറെ, ഒന്നും പേടിക്കണ്ട, ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, 1000-ൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് ഉള്ള വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാവില്ല എന്ന് ദൈവം തന്ന ഒരു വലിയ സംരക്ഷണമാണ്, പ്രൊട്ടക്ഷനാണ് ബ്രദറിനുള്ളതെന്ന്. പ്രിയമുള്ളവരെ, അവിടെ ഞാൻ അനുഭവിച്ച ആ ദൈവാനുഭവം, ദിവ്യകാലത്തിൽ ഈശോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച വർഷങ്ങൾക്ക് മുമ്പ് ഈശോ എന്നെ കാണിച്ചു തന്നു, ഈശോ ഉണ്ട് എന്ന്. ആ ഈശോ എനിക്ക് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെ കൈവിടില്ല എന്ന്, നീ എൻ്റേതാണ്, നീ എൻ്റെ മാത്രമാണെന്ന് എൻ്റെ ഈശോ അന്നെ കാണിച്ചു തന്നു. പ്രിയമുള്ളവരെ, ആ അനുഭവം എന്നെ മുന്നോട്ട് നയിച്ചു. എനിക്കൊരു വൈദികനാകണം, ഇനി എൻ്റെ ജീവിതം ഈശോയ്ക്കാണെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. ആരെല്ലാം എതിർത്താലും, എൻ്റെ അധികാരികളെ എന്നെ എതിർത്താലും,
ഈ ലോകം എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ഈശോ എന്നെ ഉപേക്ഷിക്കില്ല എന്നെനിക്ക് അന്ന് ബോധ്യമായി. പ്രിയമുള്ളവരെ, അന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അൾത്താരയിൽ വന്ന് ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും കരയാതെ ഞാൻ ഉറങ്ങാൻ പോകാറില്ല. എല്ലാ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ രോഗത്തിനിടയിലൂടെയും ഈശോ എന്നെ നയിച്ചു. എന്നെ ഒരു വൈദികനാക്കാൻ എന്നെ തീരുമാനിച്ചു. ഞാൻ എന്നെ നല്ല രീതിയിൽ ഞാൻ പഠനം പൂർത്തിയാക്കി. ഒരു വിഷയത്തിന് പോലും ഞാൻ തോക്കാതെ ദൈവം എന്നെ പഠിപ്പിച്ചു. ഈശോയാണ് എന്നെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ച് പോയി കഴിയുമ്പോൾ ഞാൻ പാസ്സാകേണ്ട മാർക്ക് 70 മാർക്ക് എനിക്ക് എല്ലാ വിഷയം കിട്ടിയും. ഞാൻ എഴുതി കഴിയുമ്പോൾ തീർച്ചയായും അവിടെ തീരുകയാണ്. ഞാൻ പഠിച്ചതെല്ലാം അവിടെ തീരുന്നു. അത്രമാത്രം കറക്റ്റാണ്. ഓരോ പോയിന്റും ദൈവം എന്നെ കാണിച്ചെന്ന് എന്നെ എഴുതിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പഠിച്ച് ഒരു വൈദികനാകാൻ തീരുമാനിച്ചു. ദൈവം എന്നെ നയിച്ചു. ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. 12/5/2011 എൻ്റെ പട്ടം. ഈ 12 വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞാൻ അന്ന് പട്ടത്തിൻ്റെ അന്ന് കുർബാന അർപ്പിച്ച ആ ഒരു കാര്യമാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്. എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് അതുതന്നെയാണ്. 12 വർഷം മുമ്പ് ഞാൻ ഒരു പുതിയ വ്യക്തിയായ ആ ഒരു സംഭവം. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അർപ്പിക്കണമെന്നുള്ളത്. ഉള്ളിൽ ചെറിയ ഒരു വിഷമം, ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ഭയമുണ്ടെങ്കിലും ആ ഒരു ഭയം പുറമേ ആണെങ്കിലും ഉള്ളിനുള്ളിൽ വലിയൊരു പ്രത്യാശ, ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഓർക്കുകയാണ്, ഒരു അത്ഭുതം ഞാൻ ഓർക്കുകയാണ്. രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് എല്ലാവരും വന്നു. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഭയങ്കര മഴക്കാറാണ്. എല്ലാവരും പറഞ്ഞ് മഴ പെയ്യും, അത് വലിയ പ്രശ്നമാകും, കാരണം എല്ലാം നശിപ്പിച്ച് കളയും എന്ന് എല്ലാവരും പറയുകയാണ്. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു. എന്നെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ പോയി താമസിച്ച അവിടെ വലിയ ഒരു പാറ പ്രദേശമാണ്. നിങ്ങൾക്കറിയായിരിക്കും, അവിടെ മൊത്തം പാറയാണ്. അവിടെ വലിയ മഴ പെയ്യാറില്ല. രാത്രി ആയപ്പോൾ അവിടെ അതിഭയങ്കരമായ മഴ, ശക്തമായ മഴ. പ്രിയമുള്ളവരെ, എൻ്റെ വീടിൻ്റെ മുകളിൽ കുന്നുകൂടിയ ആ കാർമേഘം എൻ്റെ കൂടെ വന്ന് ഞാൻ താമസിച്ച ദേവാലയത്തിൻ്റെ മുകളിൽ പെയ്തു. ദൈവം അത്ഭുതകരമായിട്ട്, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന പോലെ തന്നെ ഈശോ ഇസ്രായേൽ ജനത്തിന് അഗ്നിസ്തംഭവും മേഘസ്തംഭവും അയച്ച് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ തന്നെയാണ് അന്നുണ്ടായത്. ആ കാർമേഘം എൻ്റെ വീടിൻ്റെ അവിടെ പെയ്ത് അവിടെ അലങ്കോലപ്പെടുത്താതെ അതിനെ ദൈവം എൻ്റെ കൂടെ കൊണ്ടുവന്ന് ആ മഴ പെയ്യിക്കാത്ത അവിടത്ത് പെയ്യിച്ച് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ഞാൻ പിതാവിൻ്റെ കൂടെ ബലിയർപ്പിക്കാനായി എൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. ഞാനവിടെ ബലിയർപ്പിക്കാൻ കടന്നു വരുന്നു. പിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. എല്ലാം ഭംഗിയായിട്ട്. എനിക്കറിയാം എൻ്റെ ഈശോയാണ് നയിക്കുന്നത്. ആ ബലിയർപ്പിക്കാൻ കടന്നു വന്നപ്പോൾ ഞാൻ യേശുവിനെ കാണുകയാണ്. ഓരോ നിമിഷവും എൻ്റെ കൂടെ കൂടെ ഉള്ള അനുഭവം ഞാനല്ലാതെ മാറുകയാണ്. ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഞാൻ പിന്നെ ആരും നോക്കുന്നില്ല. എൻ്റെ ഭയമൊക്കെ മാറുകയാണ്. എനിക്ക് ഉറപ്പാണ് ഈശോ എൻ്റെ കൂടെ ഉള്ള ആ അനുഭവം എനിക്ക് എന്നെ നയിക്കുന്നു. എൻ്റെ പട്ടം കഴിഞ്ഞു. എൻ്റെ ആദ്യ ബലി അർപ്പിക്കുകയാണ്. പിതാവ് ഇരിപ്പുണ്ട് താഴെ. പിതാവ് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എൻ്റെ വലിയമറ്റം പിതാവ്
ആണ് എനിക്ക് പട്ടം നൽകിയത്. ആ പിതാവ് മൂലയിൽ ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബലിയർപ്പിക്കുന്ന മുഴുവനും ആ പിതാവ് അവിടെ ഇരുന്ന് കണ്ടു. അങ്ങനെ എൻ്റെ ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ പിതാവ് എന്നെ വിളിച്ചിട്ട് പറയാണ്, മകനെ 10 വർഷം പരിചയമുള്ള ഒരു വൈദികൻ ബലിയർപ്പിച്ചതുപോലെയാണെന്ന് എന്നോട് പറയുകയാണ്. ഇവിടെ ഒരു ആ പിതാവ് മാത്രമല്ല, എൻ്റെ അധികാരികളെല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, 10 വർഷം പരിചയമുള്ള ഒരു വൈദികൻ ബലിയർപ്പിച്ചതുപോലെയാണ് അച്ഛൻ ബലിയർപ്പിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ആ ബലിയർപ്പിച്ചത് എനിക്ക് ഇന്നും ഞാൻ ഓർക്കുകയാണ്. ആ 12 വർഷം മുമ്പ് ബലിയർപ്പിച്ച ആ ബലിയർപ്പണം ഇപ്പം എനിക്ക് പറ്റുന്നില്ല. ആ സത്യമാണ്. അത്രമാത്രം ദൈവം ഇറങ്ങി വന്ന് അർപ്പിച്ചതാണ് ബലി. അതിനുശേഷം ഞാൻ ഇന്ന് ചിന്തിക്കും, ദൈവമേ ആ ഒരു രീതിയിൽ എനിക്ക് അർപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ കാണുകയാണ്. ഞാൻ കാസയും പിലാസയും ഉയർത്തുമ്പോൾ എൻ്റെ യേശുവിനെ ഞാൻ കാണുകയാണ്. എൻ്റെ യേശുവിൻ്റെ ആ തിരുരക്തം ഒഴുകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ധ്യാനം കൂടിയപ്പോൾ ഡിവൈനിൽ വെച്ച് ഞാൻ എങ്ങനെയാണോ കണ്ടത്, ആ യേശുവിൻ്റെ തിരുമുറിവിൽ നിന്നും രക്തം ഉറ്റുറ്റി വീഴുന്നതായിട്ടും ഞാൻ കാണുകയാണ്. കാസയിലേക്കും പീലാസിലേക്കും അത്രമാത്രം ഒരു ദൈവാനുഭവം ഉണ്ടായി. പ്രിയമുള്ളവരെ, ഓരോ ബലിയർപ്പണത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഓരോ ബലിയർപ്പണത്തിലും ഓരോ വൈദികൻ അർപ്പിക്കുമ്പോഴും ആ വൈദികൻ്റെ ബലഹീനതയിലേക്കല്ല ഈശോ നോക്കുന്നത്, മറിച്ച് ആ ദൈവം ആ വ്യക്തിയിലൂടെ ഇടപെടുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഓരോ ബലിയർപ്പണത്തിലും ഈശോ പൂർണ്ണമായും ഇറങ്ങി വരുന്നുണ്ട്. ആ ഓസ്തി യേശുവിൻ്റെ തിരു ശരീരവും ആ വീഞ്ഞ് യേശുവിൻ്റെ തിരു രക്തമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കും. പ്രിയമുള്ളവരെ, ഓരോ ബലിയർപ്പിക്കുമ്പോഴും വിശ്വസിക്കേണ്ടത് തന്നെയാണ്, ഈശോ ആ അൾത്താരയിലുണ്ട്, ആ ബലിയർപ്പണത്തിലുണ്ട്. എൻ്റെ ജീവിതം അതുതന്നെയായിരുന്നു. എൻ്റെ ദിവ്യാന ഈശോയെ ഞാൻ യേശുവിനെ കണ്ടു, എൻ്റെ ബലിയർപ്പണത്തിൽ ഞാൻ യേശുവിനെ കണ്ടു. ആ അനുഭവമാണ് ഇപ്പോഴും ഈ 12 വർഷം കഴിഞ്ഞിട്ടും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, പ്രതിസന്ധി എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് എൻ്റെ ഈ കാസയും പിലാസയും മാത്രമാണ്. പ്രിയമുള്ളവരെ, യേശുവിലേക്ക് കടന്നു വരിക, യേശു നമ്മളെ അനുഗ്രഹിക്കും. ബലിയിലേക്ക് കടന്നു വരിക, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവികാന ഈശോ നമ്മുടെ കൂടെയുണ്ട്. എല്ലാത്തിനും പരിഹാരം തരുവാൻ ദിവികാന ഈശോയും ബലിയർപ്പണവും നമ്മുടെ കൂടെയുണ്ട്. ദിവികാന ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.